ഒടുവിൽ സംഘപരിവാറിന്റെ എതിർപ്പിനെയും കയ്യൂക്കിനെയും ഒക്കെ മാറ്റി നിർത്തി നെയ്യാറ്റിൻകര ഗോപന്റെ കല്ലറ പൊളിക്കുക തന്നെ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു സ്ഥലത്ത് ക്രൈം നടന്നു എന്നൊരു സംശയം വന്നു. അവിടെ നടന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. അവിടെ ഹിന്ദു എന്നോ മുസൽമാൻ എന്നോ ക്രിസ്ത്യൻ എന്നോ ഒന്നും തന്നെ ഇല്ല. അത് ഏത് മതത്തിലെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും അവിടെ കുറ്റം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. അവിടെയാണ് സംഘപരിവാർ വിദ്വേഷം പറഞ്ഞു പരത്തി അവിടെ 4 വോട്ട് കിട്ടാനായി പരിപാടികൾ തുടങ്ങിയിരുന്നത്. അല്ലാതെ ഹിന്ദുക്കളെ സംരക്ഷിക്കണം എന്നത് ഒന്നും തന്നെ അവരുടെ അജണ്ടയല്ല. കാര്യം അടുത്ത ഇലക്ഷൻ അവിടത്തേക്ക് വരുമ്പോഴേക്കും 4 വോട്ട് കൂടുതൽ കിട്ടണം. പക്ഷെ അതും ഇപ്പോൾ പാളിപ്പോയിരിക്കുകയാണ്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ ഇന്ന് പൊളിച്ചിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് കാണാൻ സാധിച്ചത്. കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന രീതിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും നെഞ്ചുവരെ മൂടിയ നിലയിലായിരുന്നു മൃതദേഹം. കുടുംബം മൊഴി നൽകിയ രീതിയിൽ തന്നെയാണ് കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. വസ്ത്രങ്ങളും കല്ലറയിൽ നിന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. പുറത്തെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇപ്പോൾ. മൃതദേഹം ഗോപൻ സ്വാമിയുടേതാണോ എന്നത് ശാസ്ത്രീയമായ പരിശോധനയിൽ മാത്രമേ സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കല്ലറയിൽ ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു. കല്ലറയ്ക്കുള്ളിൽ മൃതദേഹത്തിന്റെ നെഞ്ചുവരെ ഭസ്മവും പൂജാദ്രവ്യങ്ങളും കൊണ്ട് നിറച്ച നിലയിലായിരുന്നു കാണാൻ സാധിച്ചത്. കല്ലറയുടെ മുകളിലത്തെ സ്ലാബ് ആദ്യം നീക്കിയപ്പോൾ തന്നെ മൃതദേഹം കണ്ടെത്തിയിരുന്നു. പിന്നാലെ മൃതദേഹം പുറത്തെടുക്കുകയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടത്തിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. തിരുവനന്തപുരം സബ് കളക്ടർ OV ആൽഫ്രഡിന്റെ നേതൃത്വത്തിലാണ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൃദയഭാഗം വരെ കർപ്പൂരവും ഭസ്മവും അടക്കമുള്ള സുഗന്ധ ദ്രവ്യങ്ങൾ കൊണ്ട് മൂടിയിരിക്കുകയായിരുന്നുവെന്നും മുഖത്തും ശിരസിലും വിഗ്രഹത്തിൽ ചാർത്തുന്നത് പോലെ കളഭം ചാർത്തി പിന്നീട് പിതാവ് വാങ്ങി വെച്ചിരുന്ന ശിലയെടുത്ത് സമാധി മണ്ഡപം മൂടി എന്നാണ് മക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നത്. കല്ലറ പൊളിച്ചപ്പോൾ ഈ മൊഴി ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് മൃതദേഹം കാണാൻ സാധിച്ചത്. മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്ന് അറിയാനുള്ള ഫോറൻസിക് പരിശോധനയാണ് പോലീസ് നടത്തുന്നത്. മൃതദേഹം അഴുകിയ നിലയിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് തന്നെ നടത്താൻ പോലീസ് സർജൻ അടക്കമുള്ളവർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ കഴിയുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം ഒരുപാട് ഭസ്മം ഉണ്ടായിരുന്നു. കല്ലറ പൊളിക്കാൻ പോലീസും സംഘവും സ്ഥലത്തെത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ പ്രതിഷേധിക്കുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സബ് കളക്ടർ സ്ഥലത്തെത്തി കുടുംബാംഗങ്ങളോട് സംസാരിച്ച ശേഷമാണ് കല്ലറ പൊളിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന മണിയനെ കഴിഞ്ഞ വ്യാഴാഴ്ച മുതലാണ് കാണാതായിരുന്നത്. അച്ഛൻ സമാധിയാണ് എന്നും മരിച്ചിരുന്ന സ്ഥലത്ത് കോൺക്രീറ്റ് അറ പണിതു എന്നുമാണ് മക്കൾ പറഞ്ഞിരുന്നത്. ജില്ലാ കളക്ടറുടെ ഉത്തരവിന് പിന്നാലെ 2 ദിവസം മുമ്പ് കല്ലറ പൊളിക്കാൻ പോലീസ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും സംഘപരിവാറിന്റെ പ്രതിഷേധം തുടർന്ന് പിന്മാറുക തന്നെയായിരുന്നു. പിന്നീട് ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് കല്ലറ തുറന്നിരിക്കുന്നത്. മുസ്ലിം തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ എന്നൊക്കെ കഥകൾ പറഞ്ഞു പരത്താനും BJPക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. എന്നാൽ പരാതി കൊടുത്തിരുന്നത് ഒരു ഹിന്ദു സമൂഹത്തിൽപ്പെട്ട വ്യക്തിയാണ് എന്നത് മറ്റൊരു സത്യം മാത്രം.